ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നവീകരിക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി റോഡിന് ഭൂമി ഏറ്റെടുത്തവർക്കുള്ള നഷ്ടപരിഹാര തുക വിതരണം മെയ് 1 മുതൽ. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ മയക്കുമരുന്ന് വിതരണ തൊഴിൽ അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസ്. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ രക്ഷാ ധനസമാഹരണ പദ്ധതിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി ആർ.ജെ. സജിത്ത്. 3 മാസമായി കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് പരിസരത്ത് പ്രവർത്തനരഹിതമായ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജിൽ ബി.ജെ.പി. കൗൺസിലർമാർ റെയ്ത്ത് വെച്ചു. വർഷാവർഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസും സാധാരണക്കാരായ ബ്യൂട്ടീഷ്യന്മാരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ഓൾ കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി റോഡിന് ഭൂമി ഏറ്റെടുത്തവർക്കുള്ള നഷ്ടപരിഹാര തുക മെയ് 1 മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. 1024 പേർക്കാണ് നഷ്ടപരിഹാരം നൽകാനുള്ളത്. കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി റോഡിന് ഭൂമി ഏറ്റെടുത്തവർക്കുള്ള നഷ്ടപരിഹാര തുക മെയ് 1 മുതൽ വിതരണം ചെയ്യുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. കച്ചേരി, വേങ്ങേരി, കക്കോടി, കാക്കൂർ, ചേളന്നൂർ, നന്മണ്ട, ശിവപുരം, പനങ്ങാട് പഞ്ചായത്തുകളിലാണ് റോഡിനായി ഭൂമി ഏറ്റെടുക്കുന്നത്. കച്ചേരിയിൽ നിന്ന് ആരംഭിച്ച് ഘട്ടം ഘട്ടമായി തുക സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്നും അവലോകന യോഗത്തിൽ മന്ത്രി പറഞ്ഞു. 1024 പേർക്കാണ് നഷ്ടപരിഹാരം നൽകാനുള്ളത്. ഇതിലേക്കായി 152.6 കോടി രൂപ സ്പെഷ്യൽ തഹസിൽദാർക്ക് നൽകിയിട്ടുണ്ട്. യോഗത്തിൽ തോട്ടത്തിൽ രവീന്ദ്രൻ എം.എൽ.എ, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഡെപ്യൂട്ടി കളക്ടർ പി.പി. ശാലിനി, സ്പെഷ്യൽ തഹസിൽദാർ, റിക്ക് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ മയക്കുമരുന്ന് വിതരണ തൊഴിൽ അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ്. മാത്തോട്ടത്ത് യൂത്ത് ലീഗ് സംഘടിപ്പിച്ച റിവേഴ്സ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഫിറോസ്. സംസ്ഥാനത്ത് ലഹരി മാഫിയകളെ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാരിന് ആവുന്നില്ലെന്നാരോപിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ബേപ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി റിവേഴ്സ് മാർച്ച് നടത്തി. മാത്തോട്ടത്തു നിന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC മൈൻ ഹാജി മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു. മാർച്ച് അരക്കിണർ അങ്ങാടിയിൽ സമാപിച്ചു. സമാപന സംഗമം മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി.കെ. ഫിറോസ് ഉദ്ഘാടനം ചെയ്തു. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ മയക്കുമരുന്ന് വിതരണ തൊഴിൽ അവസാനിപ്പിക്കണമെന്നും സ്വന്തക്കാരാകുമ്പോൾ ക്രിമിനലുകൾക്ക് കേസിൽ ഇളവ് നൽകി വിട്ടയക്കുന്ന സർക്കാർ നയം തിരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇത് പ്രതിഷേധം വ്യാപകമാകുമ്പോൾ മാത്രമാണ് കേരളത്തിൽ കാണുന്നത്. നമുക്ക് എല്ലാ ദിവസവും പ്രതിഷേധം നടത്താൻ കഴിയോ? അപ്പൊ എന്തുകൊണ്ടാണ് ഭരണക്കാരുടെ ഒത്താശ? ആ ഭരണക്കാരുടെ ഒത്താശ കൊണ്ട് മാത്രമാണ് ഈ നാട്ടിൽ വ്യാപകമായി മയക്കുമരുന്നിന്റെ ഉപയോഗമുണ്ടാകുന്നത്, അതിന്റെ വിതരണം ഉണ്ടാകുന്നത്. ഈ സമരത്തെ തുടർന്നും അധികാരികളുടെ കണ്ണു തുറക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും 1-2 കേസുകളിൽ ഈ മയക്കുമരുന്ന് മാഫിയയുടെ വേട്ടയാടൽ അവസാനിപ്പിക്കാനാണ് ഈ നാട് ഭരിക്കുന്ന സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ ആ ശ്രമം ഏറ്റെടുക്കാൻ ഈ നാട്ടിലെ മുസ്ലിം യൂത്ത് ലീഗ് തയ്യാറാകുമെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണക്കാരെ ഓർമ്മപ്പെടുത്താനാണ് ഞങ്ങൾ ഇത്തരം സമരവുമായി വന്നത്. പ്രസിഡന്റ് പി.വി. അൻവർ ഷാഫി അധ്യക്ഷത വഹിച്ചു. ജില്ലാ യൂത്ത് ലീഗ് പ്രസിഡന്റ് മിസ്ഹബ് കീഴരിയൂർ, എം. കുഞ്ഞാമുട്ടി, എ. അഹമ്മദ് കോയ,
ഷഫീഖ് അരക്കിണർ, PK ജാഫർ, അനീസ് തോട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. PP ഹാരിസ്, റഹ്മത്തുള്ള തൊണ്ടിക്കോട്, MP മുനീർ, E ജംഷീദ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. 3 മാസമായി പ്രവർത്തനരഹിതമായ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജിൽ BJP കൗൺസിലർമാർ റെയ്ത്ത് വെച്ചു. പുതിയ സ്റ്റാൻഡിലെ എസ്കലേറ്ററാണ് പ്രവർത്തനരഹിതമായത്. പ്രതിഷേധ പരിപാടിയിൽ BJP നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 11.34 കോടി രൂപ ഉപയോഗിച്ചായിരുന്നു കോഴിക്കോട് കോർപ്പറേഷൻ പുതിയ ബസ് സ്റ്റാൻഡിൽ ലിഫ്റ്റ് സംവിധാനം ഉൾപ്പെടെ റോഡ് ക്രോസിംഗ് നിർമ്മിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ഔട്ട്ഡോർ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജ് ആണിത്. മണിക്കൂറിൽ 11,700 പേർക്ക് റോഡ് ക്രോസ് ചെയ്യാൻ സൗകര്യമുള്ള തിരക്കേറിയ നഗരഭാഗത്ത് സ്ഥാപിച്ചിട്ടുള്ള സംവിധാനമാണ് കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം പ്രവർത്തനരഹിതമായി കിടക്കുന്നതെന്ന് BJP കൗൺസിലർമാർ ആരോപിച്ചു. കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ നവ്യ ഹരിദാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് കോർപ്പറേറ്റ് എന്തെങ്കിലും പുരോഗമനമായിട്ടുള്ള നടന്നെങ്കിൽ അതിൽ പദ്ധതികളിലൂടെ നടത്തിയിട്ടുള്ളത് എന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ്. 11.34 കോടി രൂപ കൊണ്ടാണ് ഉൾപ്പെടുന്നത് ഈ എസ്കലേറ്റർ ഇവിടെ വന്നിട്ടുള്ളത്. എന്നാൽ കെടുകാരി മൂലം ഈ എസ്കലേറ്റർ പ്രവർത്തിക്കാൻ 3 മാസത്തെ സാഹചര്യത്തിൽ അത് നന്നാൻ ആവശ്യമായിട്ടുള്ള നടപടി പോലും കോഴിക്കോട് കോർപ്പറേഷൻ സ്വീകരിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്നിവിടെ വഴിയാത്ര. കൗൺസിലർമാരായ T റനീഷ്, അനുരാധ തായാട്ട്, സരിത പറയേരി, N ശിവപ്രസാദ്, രമ്യ സന്തോഷ്, CS സത്യഭാമ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന രക്ഷാ ധനസമാഹരണ പദ്ധതിക്കെതിരെ മാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശം നടത്തിയ ഖത്തറിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനിവലന്റ് ഫോറം പ്രസിഡന്റിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് RJ സജിത്ത്. മെഡിക്കൽ സർവീസസ് നടത്തുക, അതുപോലെ തന്നെ മരിച്ചുപോയ ഡെഡ് ബോഡികൾ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ടിക്കറ്റ് എടുത്തു കൊടുക്കുക, ഇതൊക്കെയാണ് ICBFന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തിനാണ് ICBFനെ ഈ കാര്യം അറിയിക്കേണ്ടുന്നത്? ഇത് കൂടാതെ ICBFനെതിരെ പണം ദുരുപയോഗം ചെയ്തതിന് ഞങ്ങൾ റെഡ് പെറ്റീഷൻ കൊടുത്ത നിലവിലാണ്. അവിടെയുള്ള പാവപ്പെട്ട ആളുകളുടെ അടുത്ത് നിന്നും $2 വീതം നിർബന്ധപൂർവമായി പിരിച്ചെടുക്കുകയാണ്. ഈ പണം മുഴുവൻ ദുരുപയോഗം ചെയ്യുകയാണ്. ഇപ്പൊ വെറുതെ വന്നിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, പൊതുജനങ്ങളെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഖത്തറിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നാവികരെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി ICWF 8.5 കോടി രൂപ ചെലവഴിച്ചതിന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് ചോദ്യം ചെയ്തിരുന്നു. സാമ്പത്തിക ദുരുപയോഗത്തെ രൂക്ഷമായി വിമർശിച്ചു. തുടർന്ന് കേരള ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്തു. ഇതിന്റെ വൈരാഗ്യം തീർക്കുന്നതിനായാണ് രക്ഷാപദ്ധതിയെ തുരങ്കം വയ്ക്കാൻ ഷാനവാസ് ബാവ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തുന്നതെന്ന് ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് പ്രസിഡന്റ് RJ സജിത്ത് പറഞ്ഞു. ICBFനെതിരെയും ഷാനവാസ് ബാവയ്ക്കെതിരെയും വ്യക്തിപരമായും മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഒരു ക്യാമ്പയിൻ ഇന്നു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് ഇവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ ചെക്ക് കേസിൽപ്പെട്ട് ദുബായിൽ ട്രാവൽ ബാൻ നിലനിൽക്കുന്ന കോഴിക്കോട് ബേപ്പൂർ സ്വദേശി നിർമ്മൽ രാജ് മണ്ടോടിയുടെ ഭാര്യ ശ്രീരേഖ TK, അമ്മമാരുടെ കൂട്ടായ്മയുടെ കൺവീനർ സെലീന ബാബു തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് നഗരത്തിൽ 3/4 നൂറ്റാണ്ടിലേറെയായി പ്രവർത്തിക്കുന്ന ജ്വല്ലറി സാരഥിക്ക് ആദരം. കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ AP കൃഷ്ണകുമാറിനെയാണ് ആദരിച്ചത്.
ലോക ഉപഭോക്തൃ ദിനത്തോടനുബന്ധിച്ച് കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സൊസൈറ്റി ആഭിമുഖ്യത്തിൽ നഗരത്തിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് 3/4 നൂറ്റാണ്ടിലേറെ സേവന പാരമ്പര്യമുള്ള AP ബാലകൃഷ്ണപിള്ള ജ്വല്ലറി ഉടമ ശ്രീ AP കൃഷ്ണകുമാറിനെ ആദരിച്ചു. മുൻ മേയർ, കാലിക്കറ്റ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ചെയർമാനുമായ ശ്രീ TP ദാസൻ ഉദ്ഘാടനം ചെയ്തു. കച്ചവടത്തിലായാലും സാമൂഹ്യ രംഗത്തായാലും സ്പോർട്സിലായാലും എല്ലാം ഭാഗഭാക്കാവുന്നവരാണ് ഇവരെല്ലാം. കുടുംബം അതുപോലെ തന്നെ. ഇപ്പോൾ നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ വീട്ടിലുള്ള ആളുകളുടെ പെരുമാറ്റം നമ്മളിപ്പോൾ കണ്ടല്ലോ. എല്ലാ വീട്ടിലും പോയാൽ ആ പെരുമാറ്റം കിട്ടില്ല. ആ ഇൻറ്റിമസി അത് കുടുംബപരമായി പാരമ്പര്യമായി AP ബാലകൃഷ്ണപിള്ളയുടെ കുടുംബത്തിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. അർഹതപ്പെട്ടവർക്കാണ് സംഘടന ഇത് കൊടുത്തത്. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റും മുൻ മേയറുമായ ശ്രീ O രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. കുതിരവട്ടം ബ്രഹ്മാനന്ദ ഭവനിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK ജയകുമാർ അധ്യക്ഷത വഹിച്ചു. PR സുനിൽ സിംഗ്, ജഗത്മയൻ ചന്ദ്രപുരി, MS മെഹബൂബ്, മോഹനൻ പറയഞ്ചേരി, സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ആദരവ് ഏറ്റുവാങ്ങിയ AP കൃഷ്ണകുമാർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ സ്വാഗത സംഘം ഓഫീസ് തുറന്നു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ബീച്ച് പോർട്ട് ബംഗ്ലാവിലാണ് സ്വാഗത സംഘം പ്രവർത്തിക്കുക. ഏപ്രിൽ 19 മുതൽ മെയ് 1 വരെ നടക്കുന്ന കുടുംബശ്രീ ദേശീയ സരസ് മേളയുടെ സ്വാഗത സംഘം ഓഫീസ് ബീച്ച് പോർട്ട് ബംഗ്ലാവിൽ പ്രവർത്തനം ആരംഭിച്ചു. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. വലിയ പരിപാടിയുടെ കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ഒത്തുചേരലിൻ്റെ സംഘാടക സമിതി ഓഫീസ് ഇവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടി സംഘാടക സമിതി ഓഫീസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരു ടീമായി നിന്നുകൊണ്ട് തന്നെ ഈ പരിപാടി വലിയ വിജയമാക്കി മാറ്റി തീർക്കണം. കോഴിക്കോട് ഇങ്ങനെയുള്ള ഏത് പരിപാടി വന്നാലും ജനങ്ങൾ സ്വന്തം വീട്ടിൽ ഒരു ആഘോഷം നടക്കുന്നത് പോലെ ഏറ്റെടുത്ത് സംഘടിപ്പിക്കുകയാണ് പതിവ്. അത് ഇതിലും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കാതെ ഇവിടെ ഇത് വിജയിപ്പിക്കാനെത്തി നിങ്ങളെല്ലാവരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അഹമ്മദ് ദേവർകോവിൽ MLA അധ്യക്ഷനായിരുന്നു. KM സച്ചിൻ ദേവ് MLA, ഡെപ്യൂട്ടി മേയർ CP മുസാഫർ അഹമ്മദ്, എടച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് N പത്മിനി, സബ് കളക്ടർ ഹർഷിൽ R മീണ, KK ലതിക, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ PC കവിത, അഴിയൂർ CDS ചെയർപേഴ്സൺ ബിന്ദു ജെയ്സൺ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വ്രതാനുഷ്ഠാനത്തിലെ ആത്മീയതയും സ്നേഹ സൗഹൃദ സംഗമവും ഒത്തുചേർന്നൊരു ഇഫ്താർ വിരുന്ന്. ലഹരിക്കെതിരെ ഗ്രാമ ജാഗ്രതാ പ്രഖ്യാപനം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു പന്തലായനി പഞ്ചായത്ത് കാപ്പാട് വികസന സമിതിയുടെ നോമ്പുതുറ. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് കാപ്പാട് ഡിവിഷൻ വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കാപ്പാട് ബീച്ചിലെ കനിവ് സ്നേഹതീരം അഗതി മന്ദിരത്തിലെ അതിഥികളോടൊപ്പം ഇഫ്താർ വിരുന്നും സ്നേഹസംഗമവും നടത്തി. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്നേഹസംഗമത്തിന്റെ ഭാഗമായി വേദിയിലെത്തിയ മന്ത്രിയെ ബ്ലോക്ക് അംഗം MP മൊയ്തീൻ കോയ ഊദ് അത്തർ നൽകിയും ഷവലിയർ C ചാക്കുണ്ണിയെ വിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷ നൽകിയും കോഴിക്കോട് RDO മുഹമ്മദ് റഫീഖിന് കാരക്ക നൽകിയും സ്വീകരിച്ചു. സൗഹൃദവും ഭക്ഷണവും പങ്കുവച്ച് വിവിധ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും അത് നമ്മുടെ നാടിൻ്റെ മതേതര സങ്കല്പത്തിൽ 100 പൂക്കൾ വിരിയിക്കുന്ന സുന്ദരമായ കാഴ്ചയാണ്. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ബാബുരാജ് അധ്യക്ഷനായിരുന്നു. ഇസ്ലാമിക പണ്ഡിതൻ നാസർ ഫൈസി കൂടത്തായി മുഖ്യപ്രഭാഷണം നടത്തി. ലഹരിക്കെതിരെ ഗ്രാമ ജാഗ്രതാ ക്യാമ്പയിന്റെ പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സദീഖ് കിഴക്കയിൽ നിർവഹിച്ചു. സക്കറിയ പള്ളിക്കണ്ടി, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അവനീഷ്, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതുല്യ ബൈജു, MPP തങ്ങൾ, ആലിക്കോയ തെക്കയിൽ, സത്യൻ മാടഞ്ചേരി, കനിവ് ട്രസ്റ്റ് ചെയർമാൻ P ഇല്യാസ്, അബ്ദുള്ള കോയ തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് അംഗം MP മൊയ്തീൻ കോയ, പഞ്ചായത്ത് അംഗം V ഷെരീഫ് മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലഹരിക്കെതിരെ പെരുവയലിൽ നൈറ്റ് മാർച്ച്. ലഹരി പ്രതിരോധത്തിനെതിരെ നടപ്പിലാക്കാൻ പോകുന്ന ഓപ്പറേഷൻ ഡാർക്കിന്റെ തുടക്കമായാണ് നൈറ്റ് മാർച്ച് നടത്തിയത്. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ മാർച്ചിൽ അണിനിരന്നു. ഭീകരമായ ഒരു വർത്തമാനകാലത്ത് പ്രിയപ്പെട്ടവരെ, കുടുംബങ്ങൾ തകരാതിരിക്കുന്നതിനായി, നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകുന്നതിനായി പ്രിയപ്പെട്ടവരെ, ലഹരിയെ തുരത്താൻ പെരുവയൽ എന്ന പേരിൽ പെരുവയൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് മാർച്ചിൽ കണ്ണികളായത്. പൂവാട്ടുപറമ്പ് സ്കൂൾ പരിസരത്ത് നിന്ന് ആരംഭിച്ച് കല്ലേരിയിൽ സമാപിച്ചു. ഓപ്പറേഷൻ ഡാർക്ക് എന്ന പേരിൽ വിപുലമായ ലഹരി പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചു. ഇതിനായി ആരംഭിച്ച വാർ റൂം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. പ്രസിഡന്റ് സുബിത തോട്ടഞ്ചേരി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ഉമേഷ് പദ്ധതിയുടെ പേര് പ്രഖ്യാപിച്ചു. ഇതൊരു യുദ്ധമാണ് എന്നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. വാർ റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ യുദ്ധത്തിൽ മുന്നണി പോരാളികളാകാൻ വേണ്ടി എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് പോലീസ് കൂടെയുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രോഗ്രാമില് തിരുവല്ല പഞ്ചായത്തിന്റെ പ്രോഗ്രാമില് ഓപ്പറേഷൻ ഡാർക്ക് എന്നാണ് പേരിട്ടിരിക്കുന്നത് എന്ന വിവരം അറിയിക്കുന്നു. വൈസ് പ്രസിഡന്റ് PK ഷറഫുദ്ദീൻ പദ്ധതി വിശദീകരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ P സുഹറ, അനീഷ് പാലാട്ട്, ഷാഹിന സലാം, അംഗങ്ങളായ ഉനൈസ് അരീക്കൽ, PM ബാബു, M പ്രസീദ് കുമാർ, സംഘടനാ പ്രതിനിധികളായ K മൂസ മൗലവി, CM സദാശിവൻ, KM ഗണേശൻ, M പുഷ്പാകരൻ, PVK മജീദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അഡ്വക്കേറ്റ് K വിനോദ് കുമാർ അനുസ്മരണ പരിപാടി ബേപ്പൂരിൽ നടന്നു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. ബേപ്പൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തു. പ്രമുഖ അഭിഭാഷകനും ബേപ്പൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റുമായിരുന്ന അഡ്വക്കേറ്റ് K വിനോദ് കുമാറിന്റെ രണ്ടാം അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച UP സാബിറ, ദിപിൻ ദേവ്, ഡോക്ടർ സുധീഷ്ണ, ദേവപ്രിയ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അദ്ദേഹത്തിന് വളരെ ചെറുപ്പം മുതൽക്കറിയാം. ഏതാണ്ട് വ്യത്യസ്ത കോളേജുകളിൽ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സമകാലികരായി. പല അവസരങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ തമാശയാക്കുന്ന, പരിഹസിക്കുന്ന, യുദ്ധത്തോടെ വർത്തമാനങ്ങൾ കൊണ്ടുവെക്കുന്ന ഒരു സുഹൃത്ത് ബന്ധമായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത്. മുക്കാട് കൊയിലാണ്ടിയിലാണ്, എൻ്റെ നാട് കൊയിലാണ്ടിയിലാണ്. വിദ്യാർത്ഥിയായ, യുവാവായ, അഭിഭാഷകനായ, പിന്നീട് ഞാൻ DCC പ്രസിഡന്റായിരുന്നു, മണ്ഡലം പ്രസിഡന്റായ വിനോദിനെ ഓർക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും വിയോഗത്തെ ഓർക്കുമ്പോൾ വേദന സഹിക്കുന്നില്ല, സങ്കട സഹിക്കുന്നില്ല. വിനോദിന്റെ ഭാര്യ ടീച്ചർ എൻ്റെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള കുടുംബാംഗമാണ്. അവരുടെ കുടുംബത്തിലെ നാരായണ മാഷ് എൻ്റെ ഇംഗ്ലീഷിന്റെയും ഹിന്ദിയുടെയും ഒക്കെ അധ്യാപകനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് തിരുവിച്ചിറ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി MP ബിപിൻ രാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ MP പത്മനാഭൻ, TK അബ്ദുൽ ഗഫൂർ, K ഉദയകുമാർ, ആഷിഖ് പിലാക്കൽ, ഷൈനി CB, മുരളി ബേപ്പൂർ, N ബ്രിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ.
വർഷാവർഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നികുതി, ലൈസൻസ് ഫീ എന്നിവ സാധാരണക്കാരായ ബ്യൂട്ടീഷ്യന്മാരുടെ തൊഴിലും ജീവിതവും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണെന്ന് ഓൾ കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളന വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഇത് ചെറിയ സംരംഭകരാണെന്ന് പറഞ്ഞാൽ 250 സ്ക്വയർ ഫീറ്റ് തൊട്ട് നമ്മൾ തുടങ്ങുന്ന പാർലേഴ്സ് ഉണ്ട്. അതിലൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീകളാണ്. അപ്പോൾ അവർ മെയിനായിട്ട് ഇതൊരു കൈത്തൊഴിൽ എന്ന നിലയിൽ തുടങ്ങുകയും അവരുടെ ഒരു ജീവനോപാധിയായിട്ട് കണ്ട് പ്രൊഫഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമാണ്. അപ്പോൾ ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കയ്യിൽ കാശുള്ളവർക്ക് എത്ര വലിയ ബ്രാൻഡും തുടങ്ങാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിനൊന്നും എതിരല്ല, ബട്ട് അറ്റ് ദ സെയിം ടൈം ഞങ്ങളൊരു പ്ലീഡാണ് ഗവൺമെന്റിനോട്. ഒരു ക്ലാസിഫിക്കേഷൻ, ഒരു ഗ്രേഡിങ്. കാരണം ഈ 3500 സ്ക്വയർ ഫീറ്റ് ഉള്ള ആൾക്കാരും ഈ 250 സ്ക്വയർ ഫീറ്റ് ഉള്ള ആൾക്കാരും ഒരേ ഗ്രേഡിലാണ് പോകുന്നത്. പല കാര്യങ്ങളും, ലൈസൻസ് ഫീ തൊട്ട് ടാക്സുകൾ തൊട്ട് പ്രൊഫഷണൽ ടാക്സ് ഉണ്ട്. ഇപ്പൊ വേറൊരു ടാക്സും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് അതിന്റെ വർക്കേഴ്സിന് പ്രൊഫഷണൽ ടാക്സ്. അങ്ങനെ ഒരുപാട് എവ്രി ഇയർ പല പല കാര്യങ്ങളുമായിട്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലരും കൂട്ടുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് 18-ന് ഹോട്ടൽ അളകാപുരിയിൽ വെച്ച് നടക്കും. മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്യും. ബ്യൂട്ടീഷ്യൻ മേഖലയിലുള്ള ചെറുകിട സംരംഭകരായ സ്ത്രീകളുടെ നിലനിൽപ്പ് ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണെന്നും പലരും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും ഈ മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ സമ്മേളനത്തിൽ ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ദീപ പവിത്രൻ, ജനറൽ സെക്രട്ടറി സുമിത്ര, ഭാരവാഹികളായ കലാമണി, സുരഭി ആർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നവീകരിക്കുന്ന കോഴിക്കോട് ബാലുശ്ശേരി റോഡിന് ഭൂമി ഏറ്റെടുത്തവർക്കുള്ള നഷ്ടപരിഹാര തുക വിതരണം മെയ് 1 മുതൽ. ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കൾ മയക്കുമരുന്ന് വിതരണ തൊഴിൽ അവസാനിപ്പിക്കണമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ്. ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റിന്റെ രക്ഷാ ധനസമാഹരണ പദ്ധതിക്കെതിരെ അപകീർത്തി പരാമർശം നടത്തിയവർക്കെതിരെ നിയമ നടപടിക്കൊരുങ്ങി RJ സജിത്ത്. 3 മാസമായി കോഴിക്കോട് പുതിയ സ്റ്റാൻഡിന് പരിസരത്ത് പ്രവർത്തനരഹിതമായ എസ്കലേറ്റർ കം ഫുട് ഓവർ ബ്രിഡ്ജിൽ BJP കൗൺസിലർമാർ റെയ്ത്ത് വെച്ചു. വർഷാവർഷം ഉയർത്തിക്കൊണ്ടിരിക്കുന്ന തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസും സാധാരണക്കാരായ ബ്യൂട്ടീഷ്യന്മാരുടെ ജീവിതം പ്രതിസന്ധിയിലാക്കുകയാണെന്ന് ഓൾ കേരള ബ്യൂട്ടീഷ്യൻസ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.